ഈ കോഴ്സ് ആർക്കൊക്കെ ചെയ്യാം, എന്താണ് ഈ കോഴ്സ് ചെയ്യാൻ വേണ്ട അടിസ്ഥാന യോഗ്യത? ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ, വിഷൻ മൈൻഡ് ഇതെല്ലാം കണക്റ്റഡ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ കോഴ്സ് ചെയ്യാനായിട്ട് ഒന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ അത് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഡിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് അത് വലിയൊരു സഹായകരമായിരിക്കും. പക്ഷെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഞാനൊരു പ്രത്യേക ഡെഡിക്കേറ്റഡ് സെഷൻ തന്നെ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ പൈത്തണിന്റെ ബേസിക് കോഡിങ്ങിനും വേണ്ടിയിട്ട് ഞാൻ കോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിലും അതൊരിക്കലും ഒരു തടസ്സമാവുന്നില്ല ഈ കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റഡ് ഓഡിയൻസ് മെയിൻലി ഒന്ന് ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ്. കാരണം അവര് ഒരു 5 വർഷത്തിനുള്ളിൽ, ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് എന്തായാലും AI വളരെയധികം സ്ട്രീംലൈൻഡ് ആയിട്ടുണ്ടാവും. ഒരുപാട് എല്ലാ ഏരിയയിലും AI എത്തും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അവരിപ്പോഴേ അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും. രണ്ടാമത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ്സ് ആണ്. കാരണം ഇവരാണ് പുറത്തിറങ്ങി ഇപ്പോൾ ജോലി അല്ലെങ്കിൽ ഇനി ഒരു വരുന്ന 1-2 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങിയിട്ട് ജോലി സാധ്യത അന്വേഷിക്കുന്ന ആൾക്കാർ. അപ്പം ഇവരാണ് ഇപ്പോഴത്തെ ഇൻഡസ്ട്രി ട്രെൻഡ്സ് എന്താണ്, എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആൾക്കാർ ഇവരാണ്. തീർച്ചയായിട്ടും ഇവർ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മൂന്നാമതായിട്ടത് ഞാൻ പ്രൊഫഷണൽസ് ആണ്. ഡാറ്റ അനലിറ്റിക്സും ചെറിയ എക്സൽ വെച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ പ്രോഗ്രാമിംഗ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇതിന്റെ ശമ്പളത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കാണിച്ചു. അപ്പം നിങ്ങൾ അതിന് ഏതായാലും അതേ രീതിയിലുള്ള ബേസിക് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്തുകൂടാ? നിങ്ങളുടെ ഏരിയ തന്നെ ഇതേ രീതിയിൽ AI ഒരു ബേസിലേക്ക് വരാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെ, നിങ്ങളിപ്പോ ചെയ്യുന്നതിൽ നിന്നുള്ള ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നാലാമത് നമ്മൾ കാണുന്നത് ഇതൊരു ഹോബി ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഏതൊരു പുതിയ ടെക്നോളജി കാണുമ്പോഴും അത് അറിയാനുള്ള ചെറിയൊരു താല്പര്യം, അത് പ്രത്യേകിച്ച് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ അറിയാനുള്ള ഒരു താല്പര്യം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. കാരണം അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സമയമുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ഹോബി പോലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.